Hello dear students, welcome to Shastra Technical Institute. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് കോഡ് GXEST104. സോ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ് എന്നുള്ള ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. അപ്പോൾ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്നുള്ളൊരു ടോപ്പിക്ക് നിങ്ങളുടെ സിലബസ് റെഫർ ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് കോമ്പണൻസ് എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് വർക്കിംഗ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നുള്ള ടോപ്പിക്കാണ് കാണാവുന്നത് അല്ലേ. അപ്പോൾ ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ്, അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം വരുന്നത് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും പിന്നെ വരുന്നത് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറുമാണ് അല്ലേ. ഈ പിയും എന്നും ചേർത്ത് വെച്ചാലാണ് നമുക്ക് പി എൻ ജംഗ്ഷൻ ഡയോഡ് കിട്ടുക. നിങ്ങൾ നോക്കിയേ, ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് കഴിഞ്ഞിട്ട് കുറേ സ്പെഷ്യൽ ഡയോഡ്സ് പറയുന്നുണ്ട്, സെനർ ഡയോഡ് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ അപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബൈപ്പോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ BJT നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ BJT എന്ന് പറഞ്ഞാൽ നോർമൽ ട്രാൻസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ BJT എന്ന് പറയാം. രണ്ട് രീതിയിലുള്ള ബൈപ്പോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്, ഒന്ന് NPN-ഉം ഒന്ന് PNP-യും, ഒന്ന് NPN-ഉം ഒന്ന് PNP-യും. അപ്പോൾ ഈ NPN-ഉം PNP എന്താ? NPN എന്ന് പറഞ്ഞാൽ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ രണ്ട് എൻ ടൈപ്പിന് ഇൻബിറ്റ്വീനായിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് NPN അല്ലേ. ഒരു PNP എന്ന് പറഞ്ഞാൽ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ രണ്ട് പി ടൈപ്പിന് ഇൻബിറ്റ്വീനാണെങ്കിൽ അത് PNP. അപ്പോൾ ഈ NPN-ഉം PNP-യും പി എൻ ജംഗ്ഷൻ ഡയോഡൊക്കെ അറിയണമെങ്കിൽ എന്താണ് സെമി കണ്ടക്ടർ എന്ന് അറിയണം അല്ലേ. സെമി കണ്ടക്ടർ ഫിസിക്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്നത് അല്ലേ, സെമി കണ്ടക്ടർ ഫിസിക്സ്. അപ്പോൾ നമുക്ക് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്നറിയാതെ ഈ ഡയോഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളോ കാര്യങ്ങളോ ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾ +2 ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക്കായിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നാണ് നമ്മുടെ ലെക്ചർ തുടങ്ങുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റം, ഒരു ആറ്റത്തിനെ എങ്ങനെ, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അറ്റോമിക് നമ്പർ എന്താണ്, അതുപോലെ തന്നെ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും എങ്ങനെയാണ്, ആറ്റത്തിൻ്റെ ചാർജ് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. സ്ട്രക്ചർ ഓഫ് ആറ്റം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഡിസ്കസ് ചെയ്യും. മൂന്നായിട്ട് നമുക്ക് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് വാലൻസ് ബാൻഡ്, എന്താണ് കണ്ടക്ഷൻ ബാൻഡ്, എന്താണ് എനർജി ഗ്യാപ്പ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ മെറ്റീരിയൽസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്ന് നമ്മൾ പറയും. ഒന്ന് കണ്ടക്ടർ, ഒന്ന് ഇൻസുലേറ്റർ, ഒന്ന് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടറും ഇൻസുലേറ്ററും സെമി കണ്ടക്ടറും എന്താണ്, ഇതിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് അവൈലബിൾ ആണ്, എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, ഈ എക്സ്ട്രിൻസിക്കിൽ തന്നെ എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ സ്ട്രക്ചർ തൊട്ട് നമ്മുടെ ലെക്ചർ സ്റ്റാർട്ട് ചെയ്യും, കംപ്ലീറ്റ് കാര്യങ്ങൾ എടുക്കും. അതിനുശേഷം നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും എടുക്കും. അപ്പോൾ ഇത്രയും പോർഷൻസ് എടുത്താലേ നമ്മുടെ സിലബസിൽ വരുന്ന ഈ ഒരു വർക്കിംഗ് ഓഫ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്നുള്ള ടോപ്പിക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ജനറൽ കാര്യങ്ങൾ തന്നെയാണ്, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, അറ്റോമിക് നമ്പർ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്കത് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇതൊക്കെ നിങ്ങൾക്ക് ഫണ്ടമെൻ്റലായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ അത് നിങ്ങൾക്കറിയാം. നിങ്ങളൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ പാർട്ടിക്കിളിനെ നമുക്ക് ബേസിക്കലി പറയാം ന്യൂക്ലിയസ് എന്ന് പറയാം അല്ലേ. സോ ന്യൂക്ലിയസിൽ നമുക്ക് ഉണ്ടാകുന്ന രണ്ട് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒന്ന് പ്രോട്ടോണും ഒന്ന് ന്യൂട്രോണും ആണ്. ഈ ഓർബിറ്റുകളിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഓർബിറ്റ്സ് കാണാം. ഈ ന്യൂക്ലിയസിന് സറൗണ്ട് ചെയ്തിരിക്കുന്ന കുറേ ഓർബിറ്റ് കാണാം. ഈ ഓർബിറ്റുകളിൽ റിവോൾവ് ചെയ്യുന്ന പാർട്ടിക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇലക്ട്രോൺസ് എന്ന് പറയാം. സോ ഇതൊക്കെ ഇലക്ട്രോൺ ഓർബിറ്റ്സ് ആണ്. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലുണ്ടായിരിക്കും, ഇലക്ട്രോൺ എന്നുള്ളത് ഓർബിറ്റ്സിൽ റിവോൾവ് ചെയ്തിരിക്കും. ഇങ്ങനെയാണ് ബേസിക്കലി ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ആൻ ആറ്റം കൺസിസ്റ്റ് ഓഫ്
എ സെൻട്രൽ ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ ഓർബിറ്റിംഗ് ഇലക്ട്രോൺസ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ദ ന്യൂക്ലിയസ് കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ കാൾഡ് പ്രോട്ടോൺ ആൻഡ് അൺചാർജ്ഡ് പാർട്ടിക്കിൾ കാൾഡ് ന്യൂട്രോൺ. ഇലക്ട്രോൺസ് ഹാവ് നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇതിൽ പറയുന്നത് വളരെ ക്ലിയർ ആണ്. നമ്മളൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിൽ ഒരേപോലെ ന്യൂക്ലിയസും ഉണ്ടാവും ഇലക്ട്രോൺസും ഉണ്ടാവും. ന്യൂക്ലിയസിൽ നമുക്ക് രണ്ട് പാർട്ടിക്കിളാണ് ഉള്ളത്. ഒന്ന് ഏതായിരുന്നു? ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോണും ന്യൂട്രൽ ചാർജ് ആയിരിക്കുന്ന ന്യൂട്രോണുമാണ് എക്സാക്ട്ലി എന്തുള്ളത്? പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത്. അതുപോലെ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തിരിക്കുകയാണ്. ഇലക്ട്രോൺസ് എന്നുള്ളത് മൂന്നാമത്തെ പാർട്ടാണ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോട്ടോണിൻ്റെ എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, നമ്മളിപ്പോൾ പഠിച്ചത് എന്തായിരുന്നു? ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പഠിച്ചു. അതിൽ എന്താണ് പ്രോട്ടോൺ, പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്, എന്താണ് ന്യൂട്രോൺ, ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്. പിന്നെ നമ്മൾ പഠിച്ചു പ്രോട്ടോണിൻ്റെ എണ്ണം ന്യൂട്രോണിൻ്റെ എണ്ണം എക്സാക്ട്ലി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആറ്റത്തിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യത്തിൽ പറയാനുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ അറ്റോമിക് നമ്പർ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. അറ്റോമിക് നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺ ഇൻ ദി ന്യൂക്ലിയസ് വിച്ച് ഈസ് സെയിം ആസ് നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ എത്ര പ്രോട്ടോണാണ് ന്യൂക്ലിയസിൽ ഉള്ളത് എന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അറ്റോമിക് നമ്പർ പറയുക. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം സെയിം ആണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? അറ്റോമിക് നമ്പർ പറയാൻ പറ്റുക. ഓക്കെ, അറ്റോമിക് നമ്പറൊക്കെ നമുക്ക് ആവശ്യം വരും, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോൺസ് ആൻഡ് ഷെൽ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ ഫിഗറിൽ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഒരുപാട് ഷെൽസ് കാണാം. ഈ ഷെൽസിലാണ് എന്തിരിക്കുന്നത്? ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട് തന്നെ ഇലക്ട്രോൺ ഓർബിറ്റ് ഇൻ ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഓഫ് സർട്ടൺ ഡിസ്റ്റൻസ് ഓഫ് ന്യൂക്ലിയസ്. Electron near the nucleus have less energy than those more distant orbit. Each orbit from the nucleus corresponding to certain energy level in an atom. Orbits are grouped into energy level as called shell. അതായത് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തിരിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ ന്യൂക്ലിയസ് എടുക്കുകയാണെങ്കിൽ ഈ ന്യൂക്ലിയസിനെ റിവോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് എന്ത് വരും? ഷെൽസ് വരും, അല്ലെങ്കിൽ ഓർബിറ്റ് വരും. ഇതിലായിരിക്കും നമുക്ക് ഇലക്ട്രോൺസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇലക്ട്രോൺസിൽ അല്ലെങ്കിൽ ഈ ഓർബിറ്റിൽ ഫില്ല് ചെയ്യുന്ന എലമെൻറ്റ്സിൻ്റെ എണ്ണത്തിനൊരു കണ്ടീഷൻ ഉണ്ട്. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ഈച്ച് ഷെൽ ഈസ് 2n². അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഓർബിറ്റ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 × 1² അല്ലേ. വേർ n ഈസ് ദി n എന്ന് പറയുന്ന ഷെല്ലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, എത്രാമത്തെ ഷെല്ലാണെന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് ഷെല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എക്സാക്ട്ലി 2 × 1² = 2. മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 2. ഇനി നിങ്ങൾ നോക്കുക, എക്സാക്ട്ലി നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ ഷെല്ലാണെങ്കിൽ ഈ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 × 2². വാട്ട് ഈസ് 2 × 2²? 4 × 2. 4 × 2 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ മാക്സിമം എത്ര ഇലക്ട്രോൺസ് വരും രണ്ടാമത്തേൽ? 1 2 3 4 5 6 7 8. 8 ഇലക്ട്രോൺസ് അല്ലേ. ഇനി നമ്മൾ എക്സാക്ട്ലി മൂന്നാമത്തെ ഷെല്ല് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ, മൂന്നാമത്തെ ഷെല്ല് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം 2 × 3². വാട്ട് ഈസ് 3²? 3² ഈസ് 9. 9 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിലുണ്ടാവുന്ന മാക്സിമം ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയാണ്? 18 ആണ്. അപ്പോൾ നമുക്ക് ജനറലി പറയാം ഇഫ് n ഈസ് ദി ഷെൽ സെലക്റ്റഡ് അല്ലേ. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഓർബിറ്റിനെ എണ്ണാണെങ്കിൽ എത്രാമത്തെ ഓർബിറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചിട്ടാണ് നമ്മൾ n പറയുന്നതെങ്കിൽ 2n² ആയിരിക്കും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഈച്ച് ഷെൽ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഫസ്റ്റ് ഷെൽ ഈസ് 2. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഫസ്റ്റ് ഷെൽ ഈസ് 2. എങ്ങനെ 2 കിട്ടുക? 2 × 1² = 2. The maximum number of electrons in the second shell will be 8. എങ്ങനെ 8 കിട്ടുക? 2 × 2². The maximum number of electrons in the third shell is 18. എങ്ങനെയാണ് 18 കിട്ടുക? 2 × 3² = 18. The maximum number of electrons in the fourth shell will be 32. 2 × 4². അതാണ് എക്സാക്ട്ലി എന്ത്? 32. ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺസിനെ കുറിച്ചും ഷെല്ലിനെ കുറിച്ചും പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കോമൺ എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ എന്താണെന്ന് പറഞ്ഞു, ആറ്റം എന്താണെന്ന് പറഞ്ഞു, ഷെൽ എന്താണെന്ന് പറഞ്ഞു, ഓർബിറ്റ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എക്സാമ്പിൾ വരുന്ന സോഡിയം
സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ഇവിടെ സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫിഗറാണ് നിങ്ങൾ നോക്കേണ്ടത്. ഫസ്റ്റ് ഫിഗറാണ് കേട്ടോ സോഡിയം. അപ്പോൾ നമ്മൾ എടുക്കുന്ന സോഡിയം എന്നുള്ള എക്സാമ്പിളിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 11 നമുക്കറിയാം. അപ്പോൾ നമ്മൾ 2n² എന്നുള്ള രീതിയിലാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഴുതാം ഫസ്റ്റ് ഓർബിറ്റിൽ എത്ര വരും 2 × 1² 2, സെക്കൻഡ് ഓർബിറ്റിൽ 2 × 2², 2 × 2² എന്ന് പറഞ്ഞാൽ എത്ര 2 × 2² എന്ന് പറഞ്ഞാൽ 8 വരും. ഓക്കെ, അപ്പോൾ 10 ആയിട്ടുള്ളൂ. മൂന്നാമത്തെ ഓർബിറ്റിൽ ബാലൻസ് ഉള്ള എത്രയാണ് 11 അറ്റോമിക് നമ്പർ. അപ്പോൾ 10 യൂസ് ചെയ്തു. അപ്പോൾ തേർഡ് ഓർബിറ്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയായിരിക്കും 1 ആയിരിക്കും. അപ്പോൾ ഇതല്ലേ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, നമ്മൾ സോഡിയം എന്നുള്ള മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് വന്നു 2, സെക്കൻഡ് ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺസ് വന്നു 8, തേർഡ് ഓർബിറ്റിൽ ആകെ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ 281 ആണ് ഫില്ല് ചെയ്യുന്ന ഓർഡർ. ഈ 2n² നിങ്ങൾ പഠിച്ചാൽ മതി അല്ലേ. സെയിം വേ നമ്മൾ മഗ്നീഷ്യം എടുക്കുന്നതെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം 282 12 അല്ലേ. ഇനി നമ്മൾ എടുക്കുന്ന അലുമിനിയം ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 13 ആണ്. എങ്ങനെ മാർക്ക് ചെയ്യാം 283. ഫസ്റ്റ് ഓർബിറ്റിൽ 2, രണ്ടാമത്തെ ഓർബിറ്റിൽ 8, മൂന്നാമത്തെ ഓർബിറ്റിൽ 3. ഓക്കെ, ഇനി വേറെ 3 എക്സാമ്പിൾ കൂടി നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കാർബൺ ആണ് നോക്കുന്നതെങ്കിൽ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ 2 ഓർബിറ്റേ ഉണ്ടാവുള്ളൂ, 2 ഷെല്ലേ ഉണ്ടാവുള്ളൂ. 2,4 ഇങ്ങനെയാണ് 6 വരിക അല്ലേ. സിലിക്കൺ ആണെങ്കിൽ 14 ആണ്. സിലിക്കൺ എന്ന് പറയുമ്പോൾ 284 വരും. ജർമ്മേനിയോ 2,884 വരും. കാരണം സിലിക്കണിൻ്റെ അറ്റോമിക് നമ്പർ 14 ജർമ്മേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് 32 ആണ്. അപ്പോൾ നമുക്ക് ഈ അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അറ്റോമിക് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. 2n² എന്നുള്ള ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാൻ പറ്റും. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി അറ്റോമിക് സ്ട്രക്ചർ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ നമ്മൾ ഓൾറെഡി അറ്റോമിക് സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ വാലൻസ് ഷെൽ. വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് വാലൻസ് ഷെൽ എന്താണെന്ന്. ഇലക്ട്രോൺസ് വിത്ത് ഹയസ്റ്റ് എനർജി ലെവൽ എക്സിസ്റ്റ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം ആൻഡ് റിലേറ്റീവ്ലി ലൂസ്ലി ബൗണ്ട് ടു ദി ആറ്റം. ദിസ് ഔട്ടർമോസ്റ്റ് ഷെൽ ഈസ് നോൺ ആസ് വാലൻസ് ഷെൽ ആൻഡ് ദി ഇലക്ട്രോൺ ഇൻ ദി ഷെൽ ആർ കോൾഡ് വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ എങ്ങനെ പറയാം നമുക്ക്? ഇപ്പോൾ നമ്മളൊരു സിലിക്കൺ എന്നുള്ള ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുക്കുന്നെങ്കിൽ അതിൻ്റെ അതിൻ്റെ അറ്റോമിക് നമ്പർ 14 ആണ് അല്ലേ. സോ അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 2814 ഇങ്ങനെയായിരിക്കും 284 ഇങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യുക അല്ലേ. അതായത് ഫസ്റ്റ് ഷെല്ലിൽ സെക്കൻഡ് ഷെല്ലിലും തേർഡ് ഷെല്ലിലും, ഇത് സിലിക്കൺ ആണെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരും? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വരും. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരും അല്ലേ. മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരും? 4 ഇലക്ട്രോൺ വരും. അപ്പോൾ ഈ ലാസ്റ്റ് ഷെല്ലിനെ നമുക്ക് ബേസിക്കലി എന്ത് പറയാം? വാലൻസ് ഷെൽ എന്ന് പറയാം. അതിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഇലക്ട്രോൺസിന് നമുക്ക് എന്ത് പറയാം? വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയാം. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. വെൻ എ വാലൻസ് ഇലക്ട്രോൺ ഗെയിൻ സഫീഷ്യൻറ്റ് എനർജി ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് ദോ ക്യാൻ ഈസിലി ജമ്പ് ഇൻ ടു ഹയർ എനർജി ഷെൽ. ദ എസ്കേപ്ഡ് വാലൻസ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മൾ പറഞ്ഞു സിലിക്കണിൻ്റെ കേസിൽ 284 ഈ 4 ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ഈ 4 ഇലക്ട്രോൺ ഇരിക്കുന്ന ഈ ഏരിയ അല്ലേ, ഇതിനായിരുന്നു നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺസിന് ഒരു ചെറിയ എനർജി കിട്ടിയാൽ തന്നെ അത് എന്ത് ചെയ്യും? ഇതിനേക്കാളും ഹയർ ആയിട്ടുള്ള എനർജി ലെവലിലേക്ക് എന്ത് ചെയ്യും? ജമ്പ് ചെയ്യും. ഇങ്ങനെയാണല്ലോ കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ജമ്പിങ്, ഈ എസ്കേപ്ഡ് വാലൻസ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്? ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാക്ട്ലി ഈ ഒരു എനർജിയെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള പാരാമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു എനർജിയെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇലക്ട്രോൺ വോൾട്ട് എത്രയെന്ന് ചോദിക്കാറുണ്ട്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.602 × 10⁻⁻19 ജൂളാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമുക്ക് വാലൻസ് ഷെല്ലിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് ഫ്രീ ഇലക്ട്രോൺ, എന്താണ് വാലൻസ് ഇലക്ട്രോൺ, എന്താണ് വാലൻസ് ഷെല്ല് നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് എനർജി ബാൻഡിനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി വാലൻസ് ഷെല്ലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. എനർജി ബാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കലി 2 ഡിസ്റ്റിങ് എനർജി ബാൻഡ്സ് ആണുള്ളത്. അതിൽ ഒന്നിനെ നമുക്ക് വാലൻസ് ബാൻഡ് എന്നും ഒന്നിനെ കണ്ടക്ഷൻ ബാൻഡ് എന്നും പറയാം. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഷെല്ല് പറഞ്ഞ പോലെ തന്നെയാണ്. വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ജർമ്മേനിയാണെന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജർമ്മേനിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 32 ആണ്. അപ്പോൾ 2,8,18,4 ഈ രീതിയിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. അപ്പോൾ എക്സാക്ട്ലി എത്ര
ഷെല്ലുണ്ട്, 4 ഷെല്ലുണ്ട്. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ല് അല്ലേ, അപ്പോൾ എങ്ങനെയാവും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് നമുക്ക് എന്ത് പറയാം? എക്സാക്ട്ലി വാലൻസ് ബാൻഡ് എന്ന് പറയാം, വാലൻസ് ഷെല്ല് എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഇതിനേക്കാളും, അപ്പോൾ നമ്മൾ ബേസിക്കലി ഈ വാലൻസ് ബാൻഡിനേക്കാളും എനർജി ലെവൽ കൂടിയ ഒരു അഡീഷണൽ ബാൻഡാണ് എക്സാക്ട്ലി എന്ത്? കണ്ടക്ഷൻ ബാൻഡ്. ഇപ്പോൾ വാലൻസ് ബാൻഡ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, അതിനേക്കാളും എനർജി ലെവൽ കൂടിയ ഒരു ബാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ഡിസ്റ്റിങ് എനർജി ലെവൽസ് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു വാലൻസ് ബാൻഡും, ഒന്ന് നമ്മൾ പറഞ്ഞു കണ്ടക്ഷൻ ബാൻഡും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ദ 2 ബാൻഡ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എൻ എനർജി ഗ്യാപ്പ് ഈസ് കോൾഡ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഈ വാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ട് നമുക്കൊരു സ്പേസ് പറയാം, അതിന് നമുക്ക് EG എന്ന് പറയാം, അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, അല്ലെങ്കിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ദ ഡിഫറൻസ് in energy between valence band and conduction band is called energy gap or band gap. അപ്പോൾ എന്താണ് വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞു, എന്താണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞു? വാലൻസ് ബാൻഡിനേക്കാളും എനർജി ലെവൽ കൂടിയ ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. ഈ വാലൻസ് ബാൻഡിൻ്റെയും എനർജി ബാൻഡിൻ്റെയും സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ്. പിന്നെ ഇവിടെ പറഞ്ഞു ഹയർ എനർജി ലെവൽ ബാൻഡ് ഈസ് ദി കണ്ടക്ഷൻ ബാൻഡ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. Okay, when electron are excited, it will gain more energy and lifted to conduction band. The electron in the conduction band are free electron and it can take electric current to flow. ഇതൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ലോവർ എനർജി ബാൻഡ് എന്ന് പറയുന്നത് വാലൻസ് ബാൻഡും, വാലൻസ് ബാൻഡിനേക്കാളും എനർജി ലെവൽ കൂടിയ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്ഷൻ ബാൻഡുമാണ്. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്ന എനർജി ഗ്യാപ്പ് ഫോർബിഡൻ എനർജി ഗ്യാപ്പും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഈ വാലൻസ് ബാൻഡിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഇലക്ട്രോൺസ് മേ ബി ഒരു സ്പെസിഫിക് എനർജി കിട്ടിക്കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഇങ്ങനൊരു മൂവ്മെൻറ്റിൻ്റെ കാരണമാണ് കറണ്ട് കണ്ടക്ഷൻ പോസിബിൾ ആവുന്നത്. നിങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്താണ് വാലൻസ് ബാൻഡ്, എന്താണ് കണ്ടക്ഷൻ ബാൻഡ്, എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, എങ്ങനെയാണ് ഹയർ എനർജി ലെവൽ പറയുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഫോർബിഡൻ എനർജി ഗ്യാപ്പും, ഇതിൻ്റെ ബേസിൽ നമുക്ക് മെറ്റീരിയൽസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് ഇൻസുലേറ്റർ, ഒന്നാണ് കണ്ടക്ടർ, ഒന്നാണ് സെമി കണ്ടക്ടർ. ഓക്കെ, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം മെറ്റീരിയൽസിനെ. അപ്പോൾ നിങ്ങൾ ഇൻസുലേറ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കുള്ള ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 15 ഇലക്ട്രോൺ വോൾട്ടാണ്. നമ്മൾ ജനറലി പറയുന്നത്, നമ്മൾ ഇൻസുലേറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എക്സാക്ട്ലി 5 ഇലക്ട്രോൺ വോൾട്ടിനേക്കാളും കൂടുതലാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വരുന്നതെങ്കിൽ നമുക്കിതിന് എന്ത് പറയാം? ഇൻസുലേറ്റർ എന്ന് പറയാം. എന്തായിരിക്കും ഇൻസുലേറ്ററിന് എക്സാമ്പിൾ? നമ്മൾ പ്ലാസ്റ്റിക് അല്ലേ, അതായത് കറണ്ട് കണ്ടക്ട് ചെയ്യാത്ത ഡിവൈസസ് ആണ് ബേസിക്കലി എന്ത് പറയുന്നത്? ഇൻസുലേറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരു ലാർജ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇൻസുലേറ്റർ എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോൺ വോൾട്ടിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? എന്താണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ? ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ജനറലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 1.602 × 10⁻⁻19 ജൂളാണ്. അപ്പോൾ വളരെ ചെറിയൊരു ഡിസ്റ്റൻസാണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 5 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻസുലേറ്റർ പറയാൻ പറ്റുക ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ. സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് കണ്ടക്ടർ. നിങ്ങൾ കണ്ടോ? വാട്ട് അബൌട്ട് കണ്ടക്ടർ? കണ്ടക്ടറിൻ്റെ കേസിൽ ദർ ഈസ് നോ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും മ്യൂച്വലി ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണ് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും, ക്വിക്കായിട്ട് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കണ്ടക്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ മെറ്റൽസ് എന്ന് പറയാം. അപ്പോൾ എല്ലാ മെറ്റൽസും എന്താണ്? കണ്ടക്ടേഴ്സാണ്, റൈറ്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെമി കണ്ടക്ടറാണ്. വാട്ട് ഈസ് സെമി കണ്ടക്ടർ? സെമി കണ്ടക്ടറിൻ്റെ പ്രത്യേകത അത് ഇൻസുലേറ്ററായിട്ടും കണ്ടക്ടറായിട്ടും മാറാനുള്ള കഴിവുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി സെമി കണ്ടക്ടറിൻ്റെ എനർജി ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, the distance between valence band and conduction band, or we can say the forbidden energy gap is 1 electron volt. നേരത്തെ 15 ഇലക്ട്രോൺ വോൾട്ട് ആയിരുന്നു അപ്രോക്സിമേറ്റ്ലി. ഇവിടെ 1 ഇലക്ട്രോൺ വോൾട്ടാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ മേ ബി ഇതെന്ത് ചെയ്യാം? ചെറിയൊരു ഡിസ്റ്റൻസേ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ളൂ. അപ്പോൾ മേ ബി ഫ്രീ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മേ ബി കണ്ടക്ടറായിട്ട് മാറാം, അല്ലെങ്കിൽ എന്തായിട്ട് ആക്ട് ചെയ്യാം? ഇൻസുലേറ്ററായിട്ടും ആക്ട് ചെയ്യാം. ഇതാണ് എക്സാക്ട്ലി എന്ത്?
സെമി കണ്ടക്ടർ. ഈ സെമി കണ്ടക്ടറാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. കാരണം ഈ സെമി കണ്ടക്ടർ ആണ് ഡയോഡിൻ്റെ ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്, അല്ലേ? അതല്ല നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേര് സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇൻസുലേറ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു എക്സാക്ട്ലി? ഇൻസുലേറ്റർ ഈസ് ബേസിക്കലി എ മെറ്റീരിയൽ ദാറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിക്കൽ കറണ്ട് അണ്ടർ നോർമൽ കണ്ടീഷൻ. ഇലക്ട്രിക്കൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യാത്ത ഡിവൈസസ് ഒക്കെ എന്താണ്? ഇലക്ട്രോൺ വോൾട്ടാണ്. ഇൻസുലേറ്റേഴ്സ് ഹാവ് എ വെരി വൈഡ് ഫോർവേഡ് എനർജി ഗ്യാപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഇലക്ട്രോൺ വോൾട്ട്. 5 ഇലക്ട്രോൺ വോൾട്ട് അതിൽ കൂടുതലോ വരാം. നമ്മൾ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ 15 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. അത് കറക്റ്റാണ്. അത് എന്താണ്? ഒരു ഇൻസുലേറ്ററാണ്. നെക്സ്റ്റ് ഡിവൈസ് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് കണ്ടക്ടറാണ്. കണ്ടക്ടർ ഈസ് എ മെറ്റീരിയൽ ദാറ്റ് ഈസിലി കണ്ടക്ട് ഇലക്ട്രിക്കൽ കറണ്ട്. മോസ്റ്റ് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്, അല്ലേ? എല്ലാ മെറ്റൽസും കണ്ടക്ടേഴ്സാണ്. ദർ ഈസ് നോ ഫോർവേഡ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് ദേ ഓവർലാപ്പ് ഈച്ച് അതർ. ഇതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് ആണ്. വാട്ട് ഈസ് സെമി കണ്ടക്ടേഴ്സ്? നമുക്കറിയാം, സെമി കണ്ടക്ടർ ഹാസ് നെയ്തർ ഗുഡ് കണ്ടക്ടർ നോർ ഗുഡ് ഇൻസുലേറ്റർ. ദ ഫോർവേഡ് എനർജി ഗ്യാപ്പ് ഓഫ് സെമി കണ്ടക്ടർ ഈസ് നോട്ട് വൈഡ്, അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, സിലിക്കൺ ആൻഡ് ജെർമേനിയം ആർ വൈഡ്ലി യൂസ്ഡ് സെമി കണ്ടക്ടേഴ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏത് സെമി കണ്ടക്ടറാണ്? ഒന്ന് സിലിക്കണും ഒന്ന് ജെർമേനിയം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സിലിക്കണും ജെർമേനിയും ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ്. അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് സിലിക്കണിൻ്റെ അറ്റോമിക് സ്ട്രക്ചറാണ്. സിലിക്കണിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 2n² എന്നുള്ള ഫോമിൽ വെച്ച് നമ്മൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ജെർമേനി ആണെങ്കിൽ ഫസ്റ്റ് ഷെല്ല് 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ല് 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ല് 18 ഇലക്ട്രോൺ, ഫോർത്ത് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 4 ഇലക്ട്രോൺ. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ജെർമേനിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 ഇലക്ട്രോണും സിലിക്കണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 ഇലക്ട്രോണുമാണ്. അപ്പോൾ ഈ 4 ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ബേസിക്കലി സിലിക്കണും ജെർമേനിയും യൂസ് ചെയ്യുന്നത്. ഇനി ഒരു മെറ്റീരിയലും കൂടി കാർബൺ. പക്ഷേ കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 ഇലക്ട്രോൺ. പക്ഷേ കാർബൺ നമ്മൾ ജനറലി സെമി കണ്ടക്ടറായിട്ട് യൂസ് ചെയ്യാറില്ല അതിൻ്റെ പ്രോപ്പർട്ടി കൊണ്ട്. അപ്പോൾ എന്താണ് സിലിക്കണും ജെർമേനിയും നമ്മൾ എന്തുകൊണ്ട് സെമി കണ്ടക്ടർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നു നമ്മളിപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അല്ലേ? ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഓഫ് സെമി കണ്ടക്ടർ ആറ്റം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സിലിക്കണും ഒന്ന് ജെർമേനിയാണ്. എന്താണ് സിലിക്കണിൻ്റെ ജെർമേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ? രണ്ടിൻ്റെ അറ്റോമിക് നമ്പർ 32 ആണ്. അപ്പോൾ സിലിക്കൺ എന്ന് പറയുമ്പോൾ 284 എന്ന് പറയാം. ജെർമേനി ആകുമ്പോഴോ 2,8,18,4 എന്ന് പറയാം. അപ്പോൾ രണ്ടിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 4 ഇലക്ട്രോൺ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, അല്ലേ? ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം, അല്ലേ? അപ്പോൾ ഇവിടെ 2 ടേം എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ കോവാലന്റ് ബോണ്ട്, വാട്ട് ഈസ് മീൻ ബൈ വാലൻസ് ഇലക്ട്രോൺ. വാലൻസ് ഇലക്ട്രോൺ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഒരു ഇലക്ട്രോൺ, ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൻ്റെ തിയറി എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാം, ഇഫ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ആറ്റം ഹാസ് 8 ഇലക്ട്രോൺസ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഫിൽഡ്. നമ്മളെപ്പോഴും ഒരു ഫിൽഡ് ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോൺ വേണം. ഇപ്പോൾ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? സ്റ്റേബിൾ എന്ന് പറയാം. സോ ഇൻ കേസ് ഓഫ് സിലിക്കൺ ഓർ ജെർമേനിയം ഹാസ് ഓൺലി 4 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ. ടു ഫിൽ ദി വാലൻസ് ഷെൽ ഈച്ച് ആറ്റം റിക്വയർ 4 more ഇലക്ട്രോൺ. ദിസ് ഇസ് ഡൺ ബൈ ഷെയറിംഗ് ഓഫ് 1 or more ഇലക്ട്രോൺ ഫ്രം ഈച്ച് ഓഫ് ദി 4 നെയ്ബറിംഗ് ആറ്റം. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഒരു ആറ്റം സ്റ്റേബിൾ ആണെന്ന് പറയുന്നത് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ സിലിക്കണും ജെർമേനിയും എടുക്കുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ അത് സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റില്ല. സ്റ്റേബിൾ ആവാൻ ഒരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ദിസ് ഈസ് കോൾഡ് കോവാലന്റ് ബോണ്ട്. സോ വാട്ട് ഈസ് മീൻ ബൈ കോവാലന്റ് ബോണ്ട്? ഈച്ച് സിലിക്കൺ ആറ്റം പൊസിഷൻ ഇറ്റ്സെൽഫ് വിത്ത് 4 adjacent സിലിക്കൺ ആറ്റം ടു ഫോം എ സിലിക്കൺ ക്രിസ്റ്റൽ. സിലിക്കൺ ആറ്റം വിത്ത് ഇറ്റ്സ് 4 valence ഇലക്ട്രോൺ ഷെയർ ആൻ ഇലക്ട്രോൺ വിത്ത് ഈച്ച് ഓഫ് ഇറ്റ്സ് 4 neighbors. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്ട്രക്ചർ. ഞാനിവിടെ ബ്ലൂ കളർ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറാണ് ഒരു സിലിക്കൺ ആറ്റം. ഞാൻ രണ്ടാമത് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് രണ്ടാമത്തെ സിലിക്കൺ ആറ്റം, മൂന്നാമത്തെ സിലിക്കൺ ആറ്റം, നാലാമത്തെ സിലിക്കൺ ആറ്റം, അഞ്ചാമത്തെ സിലിക്കൺ, ആറാമത്തെ സിലിക്കൺ. ഇവിടെയൊക്കെ സിലിക്കണിൻ്റെ ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട്, അല്ലേ? ഇത് സപ്പോസ് 4 ഇലക്ട്രോൺ ആണെങ്കിൽ ഒരിക്കലും ഈ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനി എന്താവില്ല? സ്റ്റേബിൾ ആവില്ല.
ഇത് സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ മിനിമം 8 ഇലക്ട്രോൺ വേണമെന്നാണ് തിയറി പറയുന്നത്. 8 ഇലക്ട്രോൺ. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഓരോ സിലിക്കൺ ആറ്റവും എക്സാക്ട്ലി എന്ത് ചെയ്യും, ഇതിൻ്റെ നെയ്ബറിങ് സെല്ലിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് നെയ്ബറിങ് സെല്ലുകൾ 4 ഇലക്ട്രോൺസിനെ മ്യൂച്വലി എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഒരു റെഡ് കളറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു ഇലക്ട്രോണിൻ്റെ പ്രത്യേകത, ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് ഈ ഒരു ഓർബിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇലക്ട്രോണാണ്. അപ്പോൾ ഈ ഇലക്ട്രോണും നമ്മുടെ സെൻറ്ററിലുള്ള ഇലക്ട്രോണും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതുപോലെ 4 തവണ ഷെയറിങ് നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 4 ഉണ്ടായിരുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ല് എത്രയായിട്ട് മാറി, 8 ആയിട്ട് മാറി. അപ്പോൾ ഇതാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, കോവാലൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഈ 4 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോണുള്ള മെറ്റീരിയൽസ് എക്സാക്ട്ലി 8 ഇലക്ട്രോണായിട്ട് മാറി, അല്ലെങ്കിൽ 8 ഇലക്ട്രോണിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ട് മാറി. ഇതിനെയാണ് നമ്മൾ കോവാലൻ ബോണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പോൾ കോവാലൻ ബോണ്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി കോവാലൻ ബോണ്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യുക, എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് പറഞ്ഞിരുന്നു. സെമി കണ്ടക്ടേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഔട്ട്ലൈനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് ബേസിക്കലി 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ഒന്നാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. സോ എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമുക്ക് നോക്കാം. ഓക്കെ, എ സെമി കണ്ടക്ടർ ഈസ് ആൻ എക്സ്ട്രീംലി പ്യുവർ ഫോം ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ആവണമെങ്കിൽ അത് എക്സ്ട്രീംലി പ്യുവർ ഫോം ആയിരിക്കണം. അറ്റ് ആബ്സല്യൂട്ട് സീറോ ദ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ബിഹേവ്സ് ആസ് പെർഫെക്റ്റ് ഇൻസുലേറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, സെമി കണ്ടക്ടർ പഠിച്ചപ്പോൾ സെമി കണ്ടക്ടർ എന്നുള്ളത് ഒന്നെങ്കിൽ കണ്ടക്ടറായിട്ടും അല്ലെങ്കിൽ എന്തായിട്ടും ആക്ട് ചെയ്യാം, ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യാം. രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് അതിൻ്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ വർക്ക് ലൈക്ക് എ പെർഫെക്റ്റ് ഇൻസുലേറ്റർ അറ്റ് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ 0 കെൽവിൻ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് 0 ടെമ്പറേച്ചറിൽ ഒരു സെമി കണ്ടക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് മേ ബി ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എങ്കിൽ അതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഓരോ സെമി കണ്ടക്ടറിലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ സിലിക്കൺ ആയിരിക്കും അല്ലെങ്കിൽ ജർമ്മേനി ആയിരിക്കും. സിലിക്കൺ ആണെങ്കിലും ജർമ്മേനി ആണെങ്കിലും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എക്സാക്ട്ലി എന്ത് ചെയ്യും, ഇതൊരു കോവാലൻ ബോണ്ടായിട്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്ക്, എക്സാക്ട്ലി വെൻ ആൻ ഇലക്ട്രോൺ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ പറഞ്ഞു. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ള ഒരുപാട് സിലിക്കൺ ആറ്റംസ് നെയ്ബറിങ് സെൽസിലെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് കോവാലൻ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഈ കോവാലൻ ബോണ്ട് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓക്കെ, when an electron break a covalent bond and moves away, a vacancy is created, the broken covalent bond, this vacancy is called hole. അപ്പോൾ വളരെ ക്ലിയർ ആണ്, ഇവിടെ പറയുന്ന കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇങ്ങനൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ, ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ നമുക്കറിയാം ഓരോ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറും സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള 4 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു, ഒരു കോവാലൻ ബോണ്ട് ഫോം ചെയ്തു. ഒരു കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇപ്പോൾ മേ ബി ടെമ്പറേച്ചർ ചേഞ്ചോ ഒക്കെ വരുമ്പോൾ മേ ബി കോവാലൻ ബോണ്ട് ബ്രേക്ക് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ കോവാലൻ ബോണ്ട് ബ്രേക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കോവാലൻ ബോണ്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ആ വേക്കൻസിക്ക് പറയുന്ന പേരാണ് ഹോൾ എന്ന്. അപ്പോൾ എങ്ങനെയാണ്, whenever there is a breakage of covalent bond, there is a vacancy is created, the vacancy is called hole. Whenever a free electron is generated, a hole is created simultaneously, that is free electrons and holes are always generated by pairs. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 2 ബാൻഡ് ഉണ്ടായിരുന്നു, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. അപ്പോൾ എപ്പോഴാണോ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്, ഓൾറെഡി ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ എത്തി, വാലൻസ് ബാൻഡിൽ ഒരു വേക്കൻസി വന്നു, ആ വേക്കൻസിയിൽ എന്തായിട്ട് മാറി, ഒരു ഹോൾ ജനറേറ്റ് ചെയ്തു. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഇലക്ട്രോൺ ഹോൾ പെയർ ജനറേഷൻ പോസിബിളാണ്. കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സാക്ട്ലി എന്ത് സംഭവിക്കും, വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. സോ വാലൻസ് ബാൻഡിൽ ഹോൾ ക്രിയേറ്റ് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിൽ എന്ത് എത്തും, ഇലക്ട്രോൺസ് എത്തും. സോ വെനെവർ ഫ്രീ ഇലക്ട്രോൺ ഈസ് ജനറേറ്റഡ്, എ ഹോൾ ഈസ് ക്രിയേറ്റഡ് സൈമിൾട്ടേനിയസ്ലി, ദാറ്റ് ഈസ് ഫ്രീ ഇലക്ട്രോൺ ആൻഡ് ഹോൾ ആർ ഓൾവേസ് ജനറേറ്റഡ് ഇൻ പെയേഴ്സ്. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന പ്യുവർ സെമി കണ്ടക്ടർ ആയിരുന്നു.
എന്തായിരുന്നു അതിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? അത് ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഒരു ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ അത് കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഒരു കോവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു. ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് പ്രോസസ്സ് നടക്കുക? ഓൾറെഡി വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. സോ വാലൻസ് ബാൻഡിൽ ഒരു ഹോൾ ജനറേറ്റ് ചെയ്യും, കണ്ടക്ഷൻ ബാൻഡിൽ ഒരു ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യും. സോ എപ്പോഴും ഒരു ഇലക്ട്രോൺ ഹോൾ പെയറുകളാണ് എപ്പോഴും കോമൺ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ഇൻട്രിൻസിക് സെമികണ്ടക്ടറെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് മീൻ ബൈ എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ. നമുക്ക് ഓൾറെഡി അറിയാം പ്യുവർ സെമികണ്ടക്ടർ ആയിരുന്നു ഇൻട്രിൻസിക്. എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ, എ സെമികണ്ടക്ടർ ഇൻ ഇംപ്യുവർ ഫോം ഈസ് കോൾഡ് എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ. ഒരു സെമികണ്ടക്ടർ ഇംപ്യുവർ ഫോം ആണെങ്കിൽ നമുക്കതിനെ ബേസിക്കലി എന്ത് പറയാം? എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ എന്ന് പറയാം. എന്താണ് ഇംപ്യുവർ എന്ന് പറഞ്ഞാൽ? This is achieved by adding small amount of suitable impurity to semiconductor. It's then called impurity or extrinsic semiconductor. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്യുവർ ആയിട്ടുള്ള സെമികണ്ടക്ടറിലേക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ത് ആഡ് ചെയ്തു? ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തു. ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ നമുക്കിത് എന്തായിട്ട് മാറി? ഒരു ഇംപ്യുവർ സെമികണ്ടക്ടറായിട്ട് മാറി, അല്ലെങ്കിൽ ഒരു എക്സ്ട്രിൻസിക് സെമികണ്ടക്ടറായിട്ട് മാറി. സോ ദ പ്രോസസ് ഓഫ് ആഡിങ് ഇമ്പ്യൂരിറ്റി ടു എ സെമികണ്ടക്ടർ ഈസ് കോൾഡ് ഡോപ്പിംഗ്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളൊരു സെമികണ്ടക്ടർ എടുത്തു, ആ സെമികണ്ടക്ടറിലേക്ക് നമ്മൾ ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു. ഈ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്? ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡോപ്പിംഗ് യൂസ് ചെയ്യുന്ന സെമികണ്ടക്ടേഴ്സ് എന്തായിരിക്കും? എക്സ്ട്രിൻസിക് സെമികണ്ടക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം എക്സ്ട്രിൻസിക് സെമികണ്ടക്ടറിനെ. ഒന്നാണ് എൻ ടൈപ്പ്, ഒന്നാണ് പി ടൈപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് വാട്ട് ഈസ് എൻ ടൈപ്പ് സെമികണ്ടക്ടർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫിഗറിൽ തന്നെ അല്ലേ? ഇതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മൾ ഇൻട്രിൻസിക് പഠിച്ചപ്പോൾ അതിൽ കംപ്ലീറ്റ് +4 ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് +5 കാണാം. അതായത് ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്, പെൻറ്റാവാലൻ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, വെൻ എ സ്മോൾ എമൗണ്ട് ഓഫ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ഈസ് ആഡഡ് ടു എ പ്യുവർ സെമികണ്ടക്ടർ, ഇറ്റ് ഈസ് സെഡ് ടു ബി എൻ ടൈപ്പ് സെമികണ്ടക്ടർ. അപ്പോൾ എങ്ങനെയാണ് ഒരു എക്സ്ട്രിൻസിക് എൻ ടൈപ്പ് ആവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി എന്തായിരിക്കും? പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആയിരിക്കും. എന്തൊക്കെയാണ് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി? ഒന്നെങ്കിൽ അത് എക്സാക്ട്ലി ഫോസ്ഫറസ് ആയിരിക്കാം, ആർസെനിക് ആയിരിക്കാം, ആൻറ്റിമണി ആയിരിക്കാം. ഇപ്പോൾ ഫോസ്ഫറസ് ആണ് ഞാൻ എക്സാമ്പിൾ പറയുന്നതെങ്കിൽ എക്സാക്ട്ലി ഫോസ്ഫറസിന് അറ്റോമിക് നമ്പർ 15 ആണല്ലോ. സോ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ, തേർഡ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വന്നു? 5 ഇലക്ട്രോൺ വന്നു അല്ലേ? അപ്പോൾ ഇത് ബേസിക്കലി എന്താണ്? ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്. സെയിം വേ നമുക്കിപ്പോൾ പറയാം, നമ്മൾ എടുക്കുന്നത് ആർസെനിക് ആണെങ്കിൽ എത്ര വരും? 33 ആണ് അറ്റോമിക് നമ്പർ. 33 പറയുമ്പോൾ 2, 8, 18, 5 വരും. ഇതിൻ്റെയും ഔട്ടർ മോഷനിൽ എത്ര ഇലക്ട്രോണാണ് വരുന്നത്? 5 ഇലക്ട്രോൺ. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ സെമികണ്ടക്ടേഴ്സിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ഈ ഇമ്പ്യൂരിറ്റി ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ നമുക്കതിന് എൻ ടൈപ്പ് സെമികണ്ടക്ടർ എന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും എൻ ടൈപ്പ് സെമികണ്ടക്ടറിൽ നടക്കുന്ന പ്രോസസ്സ്? നിങ്ങൾ നോക്ക്, ഇതിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എല്ലാം +4 ആണ്, ഒന്ന് മാത്രം എന്താണ്? +5 ആണ്. അപ്പോൾ ഈ +5 കൊണ്ട് എന്ത് സംഭവിക്കും? ദ ഫോസ്ഫറസ് ആറ്റം ഹാവ്, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോസ്ഫറസ് ആറ്റം ആണെങ്കിൽ ദ ഫോസ്ഫറസ് ആറ്റം ഹാവ് 5 ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ഷെൽ. 4 ഓഫ് ദം മേക്ക് കോവാലന്റ് ബോണ്ട് ടു സറൗണ്ടിങ് ആറ്റം. സോ 1 ഓഫ് ദി ഇലക്ട്രോൺ cannot make any bond with the neighboring atom which will move freely to the crystalline structure. അപ്പോൾ 5 ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ട് 4 ഇലക്ട്രോൺ കോവാലന്റ് ബോണ്ടിന് ഹെൽപ്പ് ചെയ്യും. 5ാമത്തെ ഇലക്ട്രോൺ എന്നുള്ളത് കോവാലന്റ് ബോണ്ട് ജനറേറ്റ് ചെയ്യാൻ ആവശ്യമില്ല. അപ്പോൾ ഇതൊരു ഫ്രീ ഇലക്ട്രോൺ ആണ്. ഇത് എക്സാക്ട്ലി ഇതിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അല്ലേ? So in n-type semiconductor at room temperature, the impurity atom donate electron to the crystalline structure. So the impurity atom is called donor atom. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, ആ ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും? വേറൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ട് തന്നെ, ഒരു ഇലക്ട്രോൺ എക്സസ് ആയതുകൊണ്ട് തന്നെ എക്സാക്ട്ലി നമുക്ക് പറയാം ഈ ഒരു പ്രിൻസിപ്പിളിനെ ഡോണർ ആറ്റം എന്ന് പറയാം. കാരണം ഇലക്ട്രോണിന് എക്സാക്ട്ലി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡോണർ എന്ന് പറയുന്നത്. The donated electron is called excess electron. The phosphorus atom donate 1 electron in the crystalline structure and become +1 charge. This ion is tightly bonded, so it is called immobile ion. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 2 രീതിയിലുള്ള മെറ്റീരിയലാണ് ഉണ്ടാവുന്നത്. നമുക്ക് എങ്ങനെ അറിയാം? ഹോൾ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാം. ഒരു കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഹോൾ ഉണ്ടാവും. ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇമ്മൊബൈൽ അയോൺ ആണ്. എങ്ങനെയാണ് ഇമ്മൊബൈൽ അയോൺ ജനറേറ്റ് ചെയ്യുക? അതായത് എക്സാക്ട്ലി ഒരു എക്സസ് ആയിരിക്കുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോണ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് ഇമ്മൊബൈൽ അയോൺ ആണ്. ഇമ്മൊബൈൽ അയോൺ എന്ന് പറഞ്ഞാൽ
അതിന് മൊബിലിറ്റി ഇല്ല, അതായത് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് നമുക്ക് എന്താണെന്ന് അതിൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും. അപ്പോൾ എൻ ടൈപ്പ് ഓർത്ത് വയ്ക്കുക. ഇത്ര ഇതിൽ പറയാനുള്ളൂ. നമ്മൾ ആഡ് ചെയ്യുന്ന പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്. പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ ഔട്ടർ മോഷനിൽ 5 ഇലക്ട്രോൺ ഒന്നുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോൺ കൂടുതലാണ്. അപ്പോൾ അത് ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു ഇമ്മൊബൈൽ ചാർജ് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഡോണർ എന്ന് പറയും. ഈ എക്സ്ട്രാ വരുന്ന ഇലക്ട്രോണിനെ നമ്മൾ എക്സസ് ഇലക്ട്രോൺ എന്ന് പറയും. ഓക്കെ, ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി എൻ ടൈപ്പ് സെമികണ്ടക്ടർ റെപ്രസെൻറ്റേഷൻ നോക്കാം. 3 മെറ്റീരിയൽസാണ് എൻ ടൈപ്പിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ ബേസിക്കലി പറയും ഇലക്ട്രോൺസ് ആർ ദി മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയും. ഓക്കെ, മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ് കൂടുതൽ. ഹോൾസ് എന്ന് പറയുന്നത് വളരെ റെയർ കേസസിൽ ഇവിടെ ഹോൾസ് ജനറേറ്റ് ചെയ്യുള്ളൂ. കാരണം കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ എക്സാക്ട്ലി എന്ത് ജനറേറ്റ് ചെയ്യുള്ളൂ, ഹോൾസ് ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഹോൾസിന് നമുക്ക് പറയാം മൈനോറിറ്റി കാരിയേഴ്സ്. ഈ ഇലക്ട്രോൺസിനും ഹോൾസിനും പുറമെ ഇവിടെ ഇമ്മൊബൈൽ പോസിറ്റീവ് അയോൺസ് ഉണ്ടാവും. എങ്ങനെയാണ് ഇമ്മൊബൈൽ പോസിറ്റീവ് അയോൺ? ഈ എക്സസ് ആയിട്ട് വരുന്ന ഇലക്ട്രോണിനെ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി ഓട്ടോമാറ്റിക്കലി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോളല്ല, പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺസ് ആണ്. പോസിറ്റീവ് ഇമ്മൊബൈൽ അയോൺ, അതിന് മൂവിങ് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ എൻ ടൈപ്പിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ വരിക. അപ്പോൾ ഇവിടെ ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഇലക്ട്രോൺസ് ആണ്. ഇതെന്ന് പറയുന്നത് ഹോളാണ്. ഈ പ്ലസ് ചാർജ് എന്ന് പറയുന്നത് ഇമ്മൊബൈൽ അയോൺ ആണ്. ഇമ്മൊബൈൽ അയോൺ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? എക്സസ് ആയിട്ട് വരുന്ന ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ ഇമ്മൊബൈൽ പോസിറ്റീവ് അയോണും ഹോൾസും ഇലക്ട്രോൺസും ആണുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? മൂവിങ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇലക്ട്രോണിനെ നമുക്ക് ബേസിക്കലി എന്ത് പറയാം? മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയാം. അതുപോലെ ഹോൾസിനെ നമുക്ക് എന്ത് പറയാം? മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയാം. ഇങ്ങനെയാണ് ബേസിക്കലി എന്തിരിക്കുന്നത്? ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ പറയുക? നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മൾ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിക്ക് പകരം ട്രൈ വാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ട്രൈ വാലൻ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് വരുന്ന ഇമ്പ്യൂരിറ്റീസാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി വെൻ എ സ്മോൾ എമൗണ്ട് ഓഫ് trivalent impurity is added to the pure semiconductor, it is known as p-type semiconductor. നമ്മൾ ആഡ് ചെയ്യുന്ന എന്താണ്? trivalent impurity. So the trivalent atoms are, ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട്. പെൻഡാവാലൻ്റ് പോലെ ട്രൈവാലൻ്റിൻ്റെ എക്സാമ്പിൾ ഒന്ന് ബോറോൺ ആണ്, ഒന്ന് അലുമിനിയാണ്, ഒന്ന് ഗാലിയാണ്. നിങ്ങൾ നോക്ക്, ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ 5 ആണ്. അപ്പോൾ ഇതെങ്ങനെ ഫില്ല് ചെയ്യുക? 2,3. അലുമിനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 13 ആണ്. 2,8,3. ഗാലിയം 31 ആണ്. 2,8,18,3. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ 3 മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 3ഉം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോണേ വരുന്നുള്ളൂ. അപ്പോൾ എക്സാക്ട്ലി നമുക്കിതിനെ ബേസിക്കലി പറയാം ട്രൈ വാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ നോക്കുക. ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് നമുക്കുണ്ട് അല്ലേ. ഒരു ഇലക്ട്രോണിൻ്റെ കുറവുണ്ട്, ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഇത് എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈച്ച് ബോറോൺ ഹാസ് 3 ഇലക്ട്രോൺ ഇൻ ദി വാലൻസ് ബാൻഡ്. ദീസ് ഇലക്ട്രോൺസ് മേക്ക് കോവാലന്റ് ബോണ്ട് വിത്ത് നെയ്ബറിംഗ് ആറ്റം. ഈച്ച് ബോറോൺ സറൗണ്ടഡ് ബൈ 4 സിലിക്കൺ ആറ്റം, ബട്ട് ബോറോൺ ഹാസ് 3 ഇലക്ട്രോൺ വിച്ച് മേക്ക് കോവാലന്റ് ബോണ്ട് to neighboring atom. There is a deficiency of electron around the boron atom. These deficiency is called hole or positive charge carriers. So boron atom will receive the electron from neighboring covalent bond and fill 8 electrons. In the condition boron get -1 charged and the charge of the become negatively charged immobile ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ എക്സാക്ട്ലി നമ്മൾ പെൻഡാവാലൻ്റ് പോലെ ട്രൈവാലൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ട്രൈവാലൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിൻ്റെ കുറവ് ഇവിടെ കാണും. ഒരു ഇലക്ട്രോൺ കുറവാണ് അല്ലേ പി ടൈപ്പിൽ. യെസ്, അപ്പോൾ ഒരു ഇലക്ട്രോൺ കുറവാകുമ്പോൾ എന്ത് ചെയ്യും? അത് നിയറസ്റ്റ് പൊസിഷനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കടം വാങ്ങും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിയറസ്റ്റ് ഇലക്ട്രോൺസിനെ കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇലക്ട്രോണിന് വരുന്ന ചാർജ് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ നമുക്കിവിടെ ഈ സ്വീകരിക്കുന്ന ഇലക്ട്രോൺ എന്തായിരിക്കും? ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ കൂടുതൽ എന്താ ഉണ്ടാവുക? എക്സാക്ട്ലി ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാം, പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ എൻ ടൈപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പി ടൈപ്പിൽ പെൻഡാവാലൻ്റ് ആണെങ്കിൽ, എൻ ടൈപ്പിൽ പെൻഡാവാലൻ്റ് ആണെങ്കിൽ പി ടൈപ്പിൽ ട്രൈവാലൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, ട്രൈവാലൻ്റ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ട്. ഒരു ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക്കലി ഇതുകൊണ്ട് തന്നെ നമുക്ക് നിയറസ്റ്റ് പൊസിഷനിൽ നിന്നൊരു ഇലക്ട്രോണിനെ കടമെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിന് പറയാം, മറ്റേത് ഡോണർ ആയിരുന്നു. പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്തായിരിക്കും?
ആക്സെപ്റ്റർ ആയിരിക്കും. കാരണം ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ബോണ്ട് സ്ട്രോങ് ആവുള്ളൂ, കോവാലൻറ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പി ടൈപ്പ് നമ്മൾ പറഞ്ഞു. ഇനി പി ടൈപ്പിൽ പറയാനുള്ളത്, അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഒരു ഇലക്ട്രോണിനെ കടം വാങ്ങുന്നത് കൊണ്ട് തന്നെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ ബേസിക്കലി പറയുന്ന പേരെന്താണ്? ആക്സെപ്റ്റർ ആറ്റം. എൻ ടൈപ്പ് എന്തായിരുന്നു? ഡോണർ ആറ്റമായിരുന്നു. ഇതെന്തായിരിക്കും? ആക്സെപ്റ്റർ ആറ്റം. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് പി ടൈപ്പ് സെമി കണ്ടക്ടർ നോക്കാം. പി ടൈപ്പിൻ്റെ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ റെപ്രസെൻറ്റേഷനാണ്. ഇവിടെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് മൈനോറിറ്റി കാരിയേഴ്സ് ആണ്, നെഗറ്റീവ് ചാർജ് ഇമ്മൊബൈൽ. അപ്പോൾ ഹോൾസ് എങ്ങനെ ജനറേറ്റ് ചെയ്യും? ഓരോ തവണ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴും ഹോൾസ് ജനറേറ്റ് ചെയ്യും. ഓരോ തവണ നിയറസ്റ്റ് പൊസിഷനിൽ നിന്ന് ഇലക്ട്രോണിനെ കടം വാങ്ങുമ്പോൾ ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഹോൾസ് ജനറേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഇവിടെ ഹോൾസിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോൺസ് അല്ല, ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം, ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്, ഇലക്ട്രോൺസ് ആയിരിക്കും മൈനോറിറ്റി കാരിയേഴ്സ്. അതിൻ്റെ പുറമെ നെഗറ്റീവ് ഇമ്മൊബൈൽ അയോൺസും കൂടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പി ടൈപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക് എങ്ങനെയാണ് പി ടൈപ്പിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, പി ടൈപ്പിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 3 സിമ്പിൾസ് കാണാം അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹോൾസ് ആണ്. അപ്പോൾ ഹോൾസിൻ്റെ എണ്ണം നിങ്ങൾ നോക്കുക, ഒരുപാട് ഹോൾസ് കാണാം. ഈ ബ്ലാക്ക് ഡോട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസിൻ്റെ ചാർജ് നെഗറ്റീവാണ്, ഹോൾസിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഇതിന് പുറമെ അഡീഷണലി ഒരു ഇമ്മൊബൈൽ അയോൺസും നിങ്ങൾക്ക് കാണാം, നെഗറ്റീവ് ചാർജ്. എന്താണ് ഇമ്മൊബൈൽ അയോണും ഇലക്ട്രോണും തമ്മിലുള്ള വ്യത്യാസം? ഇലക്ട്രോണിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇമ്മൊബൈൽ അയോണിന് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ നിങ്ങൾ നോക്ക് എങ്ങനെയാണ് ഇവിടെ ഇമ്മൊബൈൽ അയോൺ ജനറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. എങ്ങനെ ഇമ്മൊബൈൽ അയോൺ ജനറേറ്റ് ചെയ്യുന്നത്? ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നിയറസ്റ്റ് പൊസിഷനിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കടം വാങ്ങുമ്പോൾ -1 ഉള്ള ഒരു എക്സാക്ട്ലി ഒരു ഇമ്മൊബൈൽ അയോണാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുക. നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇമ്മൊബൈൽ നെഗറ്റീവ് അയോണാണ് പി ടൈപ്പിലുള്ളത്, ഇമ്മൊബൈൽ പോസിറ്റീവ് അയോണാണ് എൻ ടൈപ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പി ടൈപ്പ് മനസ്സിലായല്ലോ, റെപ്രസെൻറ്റേഷൻ ക്ലിയർ ആണല്ലോ പി ടൈപ്പിൻ്റെ. ഓക്കെ.